അവരുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഫോണിലേക്ക് നോക്കിയിരിക്കണം നിങ്ങൾ. എന്നാൽ അത് വരില്ല ബ്രോ. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന ആ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, അത് സത്യത്തിൽ സ്നേഹമൊന്നുമല്ല, അതിന് ലിമറൻസ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് വരുന്ന ചെറിയൊരു പണി, ഒരു ന്യൂറോളജിക്കൽ ഗ്ലിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ സങ്കല്പ ലോകത്ത് മാത്രമല്ല, നിങ്ങളുടെ റിയൽ ലൈഫിൽ റോളൊന്നുമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം കളയുന്നത്. പഴയ ചാറ്റുകൾ വീണ്ടും എടുത്ത് വായിക്കുക, അവരുമായി ബന്ധപ്പെടുത്തി വെറുതെ സ്വപ്നങ്ങൾ കാണുക, ഓരോ മിനിറ്റിലും ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുക. ഇതിനിടയിൽ നിങ്ങളുടെ സ്വന്തം ലൈഫ് എവിടെയോ സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ ഫാൻറ്റസി ലോകത്ത് നിന്ന് പുറത്ത് കടന്ന് സ്വന്തം ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ അനാവശ്യ ചിന്തകളെയും ഒബ്സഷനെയും എങ്ങനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാമെന്നതിനെ കുറിച്ച് സയൻസ് പറയുന്ന ചില കിടിലം വഴികളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. സോ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങളെ തളർത്തുന്ന ഈ ചിന്തകൾ നിങ്ങളുടെ തെറ്റല്ല. ഞാൻ എന്തെങ്ങനെ ആയിപ്പോയത്, എനിക്ക് മാത്രം എന്താ ഇത്ര ഇമോഷണൽ വീക്ക്നെസ് എന്നൊന്നും വിചാരിക്കരുത്. ഇത് വെറും വികാരമല്ല, പക്ക ബയോളജിയാണ്. അവർ നിങ്ങളെ നോക്കി ഒന്ന് ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുമ്പോഴോ നിങ്ങളുടെ തലച്ചോറിൽ ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകുന്നുണ്ട്. സന്തോഷം തരുന്ന ഒരു കെമിക്കലാണിത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കോർട്ടിസോൾ എന്ന ഹോർമോണും വരും. അപ്പോൾ വെറൊരു സന്തോഷമല്ല നിങ്ങൾ അനുഭവിക്കുന്നത്, കൂടെ ഒരു വല്ലാത്ത പേടിയും ആങ്സൈറ്റിയും ഒക്കെ വരും. ഈ രണ്ട് കാര്യങ്ങളും ചേരുമ്പോൾ നിങ്ങളറിയാതെ അതൊരു അഡിക്ഷനായിട്ട് മാറുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയല്ല ആഗ്രഹിക്കുന്നത്, അവർ തരുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ്. അവിടെയാണ് നമ്മുടെ തലച്ചോറ് നമ്മളെ പറ്റിക്കുന്നത്. ഇത് സ്പെഷ്യലാണ്, ഇത് സ്വർഗത്തിൽ വെച്ച് തീരുമാനിച്ചാണ്, ഡെസ്റ്റിനിയാണ്, ഇതാണ് നിൻ്റെ ആള് എന്നൊക്കെ തോന്നിപ്പിക്കും. പക്ഷേ വാസ്തവം മറ്റൊന്നാണ്. നിങ്ങൾ സ്നേഹിക്കുന്നത് ആ വ്യക്തിയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷനെയാണ്. ഈ ലൂപ്പിൽ അകപ്പെട്ട് പോയാൽ പിന്നെ റിയാലിറ്റിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സ് ആ ഒരു സാങ്കല്പിക ലോകത്തിന് അല്ലെങ്കിൽ ഫാൻറ്റസിക്ക് മുൻഗണന കൊടുക്കാൻ തുടങ്ങും. അവിടെയാണ് ഈ ഒരു ഒബ്സഷൻ തുടങ്ങുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര സുഖിക്കില്ല, പക്ഷേ ഇതാണ് സത്യം. നിങ്ങൾ ഈ അഡിക്ഷന് വീണ്ടും വീണ്ടും വളമിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, സ്ട്രാറ്റജിക് ഡിസ്റ്റൻസ്. ഇത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല കേട്ടോ, അല്ലെങ്കിൽ ഒരു വാശിക്ക് വേണ്ടിയല്ല. ഇതൊരു ഡീറ്റോക്സ് ആണ്. നിങ്ങളുടെ തലച്ചോറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡോപ്പമിൻ സപ്ലൈ അങ്ങോട്ട് കട്ട് ചെയ്യണം. അതായത് അവരുടെ ലാസ്റ്റ് സീൻ ചെക്ക് ചെയ്യാതിരിക്കുക, പഴയ ചാറ്റുകൾ വീണ്ടും വീണ്ടും വായിക്കാതിരിക്കുക, ഒറ്റ പ്രാവശ്യം നോക്കിയേക്കാന്ന് കരുതി അവരുടെ പ്രൊഫൈലിലേക്ക് ഒളിഞ്ഞു നോക്കാതിരിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ ഓരോ ചെറിയ കാര്യവും ആ അഡിക്ഷൻ്റെ ഓരോ ഡോസുകളാണ്. സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എത്ര എളുപ്പമല്ല എന്നറിയാം. എന്നാലും ഈ സോഷ്യൽ മീഡിയ ആപ്പുകളും ഫോണുകളൊക്കെ തരുന്ന ടെക്നിക്കൽ കാര്യങ്ങൾ ഉപയോഗിക്കുക. അൺഫോളോ ചെയ്യുക, മ്യൂട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യണോ അതും ചെയ്യുക, ആപ്പ് ബ്ലോക്കറുകൾ ഉപയോഗിക്കുക. അവരെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് മാറ്റുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ, സിഗരറ്റ് വലി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും അത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കില്ലല്ലോ. പിന്നെ എന്തിനാണ് അവരെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഫോണിൽ കൊണ്ടു നടക്കുന്നത്? നോ കോണ്ടാക്ട് എന്നത് അവരെ തോൽപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത് കുറച്ച് കടുപ്പുള്ള കാര്യമാണ്. റെഡിയല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾ അവരെയല്ല സ്നേഹിക്കുന്നത്, പകരം നിങ്ങളുടെ മനസ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവരുടെ ഒരു വേർഷനെയാണ്. ആ ഒരു തോന്നലിനെ നമുക്കിന്ന് പൊളിച്ചെടുക്കണം. സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യുക. ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ 2 കോളങ്ങൾ വരയ്ക്കുക. ഒരു പേജ് എടുത്ത് 2 കോളങ്ങൾ വരയ്ക്കുക. ഒന്നിൽ റിയാലിറ്റി എന്ന് എഴുതുക, മറ്റൊന്നിൽ ഫാൻറ്റസി എന്ന് എഴുതുക. അവരെക്കുറിച്ച് നിങ്ങൾക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ മാത്രം റിയാലിറ്റിയിൽ എഴുതുക. ഓക്കെ? ബാക്കി നിങ്ങളുടെ സങ്കല്പങ്ങളും അവർ ഭയങ്കര സംഭവമാണെന്ന് തോന്നലുകളൊക്കെ ഫാൻറ്റസിയിൽ എഴുതുക. ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ 90% നിൽക്കുന്നത് ആ ഫാൻറ്റസി കോളത്തിലാണ്, റൈറ്റ് സൈഡിലെ കോളത്തിലാണ്. അവരത്ര സംഭവമൊന്നുമല്ലെന്നേ, നിങ്ങളുടെ മനസ്സ് അവരങ്ങനെയാക്കി മാറ്റിയതാണ്. ഇനി സ്വയം ചോദിച്ചു നോക്കിയേ, എന്തിനോടാണ് നിങ്ങൾക്ക് ഇത്ര ക്രേസ്? അവരുടെ അറ്റൻഷൻ കിട്ടാനാണോ, അതോ ആരോ ഒരാൾ നിങ്ങളെ സ്പെഷ്യലായി കാണണമെന്ന് ആഗ്രഹം കൊണ്ടാണോ? സത്യത്തിൽ അവരല്ല ഇവിടെ താരം. നിങ്ങളുടെ ഉള്ളിലെ ചില വൈകാരിക ആവശ്യങ്ങളാണ്, ഇമോഷണൽ നീഡ്സ് എന്ന് പറയും. അവർ വെറുമൊരു ട്രിഗർ മാത്രമാണ്. നമുക്കൊരു ടെക്നിക്ക് പരീക്ഷിക്കാം. ബെസ്റ്റ് കേസ് വേഴ്സ് വേഴ്സ്റ്റ് കേസ്. ബെസ്റ്റ് കേസ് എടുത്താൽ നിങ്ങൾ ഒന്നിച്ചു എന്ന് തന്നെ വിചാരിക്കാം. അപ്പോഴും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്ത് വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്? അപ്പോഴും ജീവിതം പഴയ പോലെ തന്നെ ആയിരിക്കും, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി വേഴ്സ്റ്റ് കേസ് നോക്കിയാലോ, അവർ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. സോ വാട്ട്? അപ്പോഴും നിങ്ങളുടെ ഈ ലൈഫും കരിയറും ഫ്യൂച്ചറും ഒക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്, ഒന്നും നഷ്ടപ്പെടാനില്ല. യാഥാർത്ഥ്യം നിങ്ങളെ ഭൂമിയിൽ നിർത്തും, പക്ഷേ ഫാൻറ്റസി നിങ്ങളെ വേറെ ഏതോ സാങ്കല്പിക ലോകത്തിലേക്ക് കൊണ്ടുപോകും. ഇതിൽ ഏത് ലോകത്ത് ജീവിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക.
വെറുതെ അങ്ങോട്ട് ചിന്തിക്കാതിരുന്നാൽ മതിയല്ലോ എന്ന് ചോദിച്ചാൽ സംഗതി നടക്കില്ല. നമ്മുടെ തലച്ചോറിന് വെറുതെ ഇരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ആ പഴയ ചിന്തകളെ അവിടുന്ന് അടിച്ച് പുറത്താക്കി പകരം വേറെ എന്തെങ്കിലും അവിടെ പ്രതിഷ്ഠിക്കണം. അതിനായി നമുക്കൊരു റൂളുണ്ട്. 3 മിനിറ്റ് പിവറ്റ് എന്ന് പറയും. അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ തലയിൽ വരാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം നിങ്ങൾക്ക് വെറും 3 മിനിറ്റേ ഉള്ളൂ. ആ ചിന്ത അങ്ങോട്ട് മുഖത്ത് വലിയൊരു വട്ടായി മാറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ഉടനെ എഴുന്നേറ്റ് നടക്കുക, മുഖത്ത് നല്ല തണുത്ത വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് പുഷപ്സ് എടുക്കുക. എന്തെങ്കിലും ചെയ്ത് ആ ഒരു പാറ്റേൺ അങ്ങ് ബ്രേക്ക് ചെയ്യുക. കാരണം ആ 3 മിനിറ്റിൽ നിങ്ങളത് നിർത്തിയില്ലെങ്കിൽ പിന്നെ അരമണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ ആ കുഴിയിൽ തന്നെ ഇരിക്കും. അടുത്തതായി നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഒന്ന് കൂളാക്കണം. അതിന് ഗ്രൗണ്ടിങ് പരീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള 5 സാധനങ്ങളുടെ പേര് പറയുക. തൊട്ടു നോക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ കണ്ടെത്തുക. കേൾക്കാൻ പറ്റുന്ന 3 ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ സാങ്കല്പിക ലോകത്ത് നിന്ന് ഈ നിമിഷത്തിലേക്ക് വരും, പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് തിരിച്ചു വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡോപ്പമിൻ കിട്ടാൻ അവരെ നോക്കുന്നതിന് പകരം, അവരെ ഓർക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. അതായത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ജിമ്മിൽ പോകാം, പുതിയ എന്തെങ്കിലും സ്കില്ല് പഠിക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റീവായ എന്തെങ്കിലും വർക്ക് ചെയ്യാം. നിങ്ങളുടെ ലൈഫിന് ഗുണമുള്ള പുതിയ ഹൈകളാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ തലച്ചോറിനെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാം. പലരും തിരിച്ചറിയാത്തൊരു വലിയ സത്യമുണ്ട്. ശരിക്കുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സമാധാനവും ശാന്തതയൊക്കെ തരുന്ന ഒന്നാണ്. അവിടെ ഈ ശ്വാസം മുട്ടിക്കുന്ന ടെൻഷനും പേടിയും ആങ്സൈറ്റിയും ഈ ഫോണിൽ നോക്കിയുള്ള ആ വെയിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ ലിമറസ് എന്ന അഡിക്ഷനിൽ കുറേ കാലം ജീവിച്ചു പോയാൽ പിന്നെ ആ സമാധാനമൊക്കെ നമുക്ക് ഭയങ്കര ബോറഡി ആയിട്ട് തോന്നും. അതാണ് ഇതിലെ മെയിൻ ട്രാപ്പ്. അതുകൊണ്ട് സ്നേഹം എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ മാറ്റണം. ഭ്രാന്തമായ ഇഷ്ടമല്ല, മറിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഉറപ്പാണ് സ്നേഹം. ആരെങ്കിലും നമ്മൾ സെലക്ട് ചെയ്താലേ നമ്മുടെ ലൈഫ് കളറാകുമെന്ന ചിന്ത അങ്ങോട്ട് കളഞ്ഞേക്കുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വാല്യൂസ്, ഇതിലാവണം ഫോക്കസ്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടി ഒരു ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യുക. ആരോ ഒരാൾ അയക്കുന്ന മെസ്സേജിനേക്കാൾ വാല്യൂ നിങ്ങളുടെ വളർച്ചയ്ക്കാണെന്ന് സ്വയം അങ്ങോട്ട് ഉറപ്പിക്കുക. ഇനി എപ്പോഴെങ്കിലും ആ പഴയ സ്പാർക്ക് വീണ്ടും തല പൊക്കുകയാണെങ്കിൽ ഒന്ന് നിൽക്കുക, കണ്ണും പൂട്ടി അങ്ങോട്ട് ചാടരുത്, ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് സ്വയം പറയുക, ഇതാ പഴയ കെണിയാണ് എന്ന്. ഈ സംഗതി തിരിച്ചറിയുക എന്നാണ് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ മോചനം. ആ തിരിച്ചറിവുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പവർ. ആ പവർ ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിനെ അങ്ങോട്ട് മാറ്റിമറിച്ചേക്കുക. അപ്പോൾ അവസാനമായി ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നമില്ല, നിങ്ങളൊന്നിനും കൊള്ളാത്തവരാണെന്ന് വിചാരിക്കുകയും വേണ്ട. നിങ്ങളുടെ തലച്ചോറ് അറിയാതെ ഒരു ലൂപ്പിൽ കുടുങ്ങിപ്പോയതാണ്. ഒരു ശീലം നമ്മൾ പഠിച്ചെടുക്കുന്നതാണെങ്കിൽ അത് മാറ്റിയെടുക്കണം നമ്മളെ കൊണ്ട് പറ്റും, അല്ലേ? ഈ പോരാട്ടം അവരെ മറക്കാനല്ല, പകരം നിങ്ങളെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനാണ്. നിങ്ങളുടെ ആ പഴയ പവർ, സമാധാനം, സന്തോഷം, അതാണ് നമുക്ക് തിരിച്ചു വേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം അങ്ങോട്ട് ഉറപ്പിക്കുക, അവർക്കിനി മെസ്സേജ് അയക്കില്ല, അവരുടെ പ്രൊഫൈലിൽ പോയി ഒളിഞ്ഞു നോക്കി സമയം കളയില്ല. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങുക. സെൽഫ് റെസ്പെക്റ്റാണ് മെയിൻ എന്നങ്ങോട്ട് തീരുമാനിക്കുക. ലിമറൻസിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ മുന്നേ ചെയ്ത വീഡിയോ ആണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.